ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ എങ്ങോട്ടാണെന്നല്ലേ, ഹർത്താൽ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമിഴ്നാട് പോകാമെന്ന് വെച്ചു. വെറുതെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ കണ്ണാശുപത്രിയിൽ. എല്ലാവർക്കും അറിയായിരിക്കും, തമിഴ്നാട് അരവിന്ദിൽ കണ്ണിൻ്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ തേനി അരവിന്ദിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, കണ്ണിന് ചെറിയ വേദനയും തലവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയാൻ വേണ്ടി പോയതാണ്. അവിടെ ആകുമ്പോൾ നല്ലതായിട്ട് എല്ലാം ചെക്ക് ചെയ്യുമെന്ന് രമേശേട്ടൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു, പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു, ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് കയറിയപ്പോഴാണ് അവരൊരു 6-7 അടുത്ത് നമ്മളെ ചെക്ക് ചെയ്യും. പല വിധത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. പിന്നെ മരുന്നൊക്കെ ഒഴിച്ച് വേറെയും ടെസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ എൻ്റെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കണ്ണിന് 2 കണ്ണിനും 2 പവറാണ്. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്ക് തലവേദന. സ്ട്രെയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തലവേദന എടുക്കും 2 കണ്ണിനും 2 പവറാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ണാടി വേണം വെക്കാൻ. അപ്പോൾ ഞാൻ വെച്ചത് ഒരേ പവറുള്ള കണ്ണാടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തലവേദന എടുത്തു. അപ്പോൾ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ആണ് അറിഞ്ഞത് ഇങ്ങനെ 2 പവറാണ്. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ കണ്ണാടിയൊക്കെ ചെക്ക് ചെയ്ത് മേടിച്ചു കേട്ടോ. ഫ്രെയിം ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് ആ ഫ്രെയിമിൽ തന്നെ കണ്ണാടി വെച്ചു. പിന്നെ ഞാനൊരു ശ്രമം നടത്തി വേറെ ഫ്രെയിം മേടിക്കാം, പക്ഷേ വില ആയതുകൊണ്ട് ഞാൻ തന്നെ അത് താഴെ വെച്ചു. അങ്ങനെ ഞങ്ങൾ ലെൻസൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ രസം. കണ്ണിൽ മരുന്ന് ഒഴിച്ചത് കൊണ്ട് ഭയങ്കര നീറ്റിലായിരുന്നു. വെയിലത്ത് നോക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു 2-3 മണിക്കൂറത്തേന്. അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും ആദ്യക്കൂട്ടൻ്റെ രമേശേട്ടനാണ് ഇഡ്ഡലി കഴിച്ചു. കുഞ്ചു വലിയൊരു ദോശയൊക്കെ കഴിച്ചു കേട്ടോ. അത് മൊത്തം കഴിച്ചൊന്നുമില്ല, ബാക്കി രമേശേട്ടനാണ് കഴിച്ച്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ വൈഗാ ഡാം കയറി കേട്ടോ. വൈഗാ ഡാമിൽ പിള്ളേർ പോയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് ടോക്കണൊക്കെ എടുത്ത് ഡാമിൻ്റെ മണ്ടയിലൊക്കെ കയറി. ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. വെയിലത്ത് ചെന്നതുകൊണ്ട് കുറേ നേരം പുറത്തൊന്നും കറങ്ങി നടക്കാനൊന്നും പറ്റിയില്ല. ഡാമിൽ ഒരു വിധത്തിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി, കാരണം വെയിലായിരുന്നു. ഒരു 4 മണിക്ക് ശേഷമൊക്കെ പോയാൽ നല്ല വൈബായിരിക്കും കേട്ടോ. കുറേ നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ 4 മണിക്ക് ശേഷം പിള്ളേർക്കുള്ള റൈഡൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് ചെന്നുകൊണ്ട് ആദ്യക്കൂട്ടരൊന്നും ഒന്നിലും കയറാനൊന്നും പറ്റിയില്ല. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങ് പോന്നു കേട്ടോ. എന്നാണെങ്കിലും അടിപൊളിയായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു സംഭവം അവിടെ ഉണ്ടായത്. എന്താണെന്നറിയാമോ, നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മോനും വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് അവരെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. എന്നാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ ഒരു കണ്ടുമുട്ടലായിരുന്നു. പിന്നെ കുറേ നേരം അവരുമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കറങ്ങി അടിച്ച് നടന്നു കേട്ടോ. എന്നാണേലും രസമുണ്ടായിരുന്നു. ആ ഒരു ദിവസം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവരുമായിട്ട് കളിച്ച് ചിരിച്ച് കുറേ നേരം ഡാമിലൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇരുന്ന് കഴിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്നാ വെച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കാരണം ഫോൺ ഓഫായി പോയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ. പിന്നെ കാണാവേ.